ഹായ്. ഈ പ്രവാസി പെൻഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇടുമ്പോഴേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ യൂസർ നെയിമും പാസ്വേഡും കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കിട്ടുന്നത് എങ്ങനെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും കണ്ടെത്താം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ പ്രവർത്തനം 2018-19 കാലഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും ഈ വെബ്സൈറ്റിലേക്ക് മാറ്റുന്നത്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. അപ്പോൾ 2018-19 ഈ കാലഘട്ടത്തിലൊക്കെ പുതുതായിട്ട് ഇതിൽ അംഗത്വം എടുത്ത ആളുകളാണെങ്കിൽ ഓൾറെഡി അവർക്കൊരു യൂസർ നെയിം ഉണ്ടായിരിക്കും. ഈ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് അതിലേക്ക് OTP ഇട്ടിട്ട് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ OTP വരുന്ന ഏത് നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ യൂസർ നെയിമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇനി 2018 മുന്നേ, 2010 ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മുന്നേ അംഗത്വം എടുത്ത ആളുകളുണ്ടാവും. അവർക്ക് സ്വാഭാവികമായിട്ടും യൂസർ നെയിമും പാസ്വേഡൊന്നും ഉണ്ടായിരിക്കില്ല. അവർക്കൊരു നോർമൽ നമ്മളൊരു കാർഡാണ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡാണുള്ളത്. ആ കാർഡിൽ അവരുടെ അംഗത്തെ നമ്പർ ഉണ്ടാവും, അവരുടെ അഡ്രസ്സ് ഉണ്ടാവും, ജോയിൻ ചെയ്ത ഡേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ അതന്ന് നമ്മൾ ഡയറക്റ്റ് അപേക്ഷ കൊടുത്ത് കാർഡ് എഴുതി തരുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ കാർഡ് പോസ്റ്റ് വഴി വരുന്ന ഒരു സിസ്റ്റം ആയിരുന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും വെബ്സൈറ്റിലേക്ക് മാറിയപ്പോൾ കാർഡ് പോസ്റ്റ് വഴി വരാതെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പഴയ കാർഡുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ ഒരിക്കൽ പോലും വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ 2018 ശേഷം വെബ്സൈറ്റ് നിലവിൽ വന്നപ്പോൾ അവരോടൊക്കെ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായിട്ടൊരു ഓപ്ഷൻ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടെ കാണിച്ചു തരാം. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് യൂസർ നെയിം പാസ്വേഡ് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാം, ഇതേപോലെ പുതിയ വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ 2018 ശേഷം നിങ്ങൾ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടാവും. ആ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP സെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിം ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. ഇത്തരത്തിലാണ് ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഫസ്റ്റ് ആയിട്ട് ഇവിടെ റെഡ് കളറിൽ രജിസ്ട്രേഷൻ, ആദ്യമായി അംഗത്വം എടുക്കുന്നവരൊന്ന് കൊടുത്തിട്ടുണ്ട്. അത് പുതുതായി അംഗത്വം എടുക്കാനായിട്ട് OTP കൊടുക്കേണ്ട ഒരു സ്ഥലമാണത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് രജിസ്ട്രേഷൻ, നിലവിൽ അംഗത്വം ഉള്ളവർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡുള്ള ആളുകളുണ്ടല്ലോ, 2018 മുമ്പ് അംഗത്വം എടുത്തിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്, എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ, നിലവിൽ അംഗത്വം ഉള്ളവർ. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, ഫസ്റ്റ് നമ്മളുടെ മെമ്പർഷിപ്പ് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു കോളാണ് വരിക. രണ്ടാമത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാനുള്ള കോളാണ്. മൂന്നാമത് നിങ്ങളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഇന്ത്യൻ നമ്പർ അവിടെ കൊടുക്കുക. ശ്രദ്ധിക്കുക, ഗൾഫിലുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ OTP വരില്ല. അപ്പോൾ അതുകൊണ്ട് ഗൾഫിലുള്ള നമ്പർ ഒരിക്കലും കൊടുക്കരുത്, നിങ്ങളുടെ നാട്ടിലുള്ള നമ്പർ തന്നെ കൊടുക്കുക, ഇന്ത്യൻ നമ്പർ കൊടുക്കാം. ശേഷം ഈ ഒരു ക്യാപ്ചയും കൂടി അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ സ്ക്രീനിൽ ഒരു ഓപ്ഷൻ തെളിഞ്ഞു വരും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അതായിരിക്കും നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് ഈ പഴയ മെമ്പർഷിപ്പ് ഉള്ളവർ, അതായത് ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡുള്ള ആളുകൾ ഇങ്ങനെയാണ് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ 2018 ശേഷം എടുത്ത മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടാവും, പക്ഷേ അത് നിങ്ങൾ മറന്നിട്ടുണ്ടാവുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കാർഡ് ഒന്ന് നോക്കുക. കാർഡിൻ്റെ പുറകുവശത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ അവിടെ എഴുതിയിട്ടുണ്ടാവും. ആ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിലവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാസി വെൽഫെയർ ബോർഡിനെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് തരാനുള്ള ഒരു റിക്വസ്റ്റ് അയക്കാം, മെയിൽ ചെയ്താൽ മതി. അപ്പോൾ അവരത് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും ഏത് നമ്പറിലേക്കാണോ മാറ്റേണ്ടത് ആ ഒരു നമ്പറും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അപ്ഡേറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ റീപ്ലൈ തരുമ്പോൾ നിങ്ങൾക്ക് ഇതേ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും യൂസർ നെയിം പാസ്വേഡും സെറ്റ് ആവും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കാർഡിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള
യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ഇവിടെ മഞ്ഞ കളറിൽ ഫൊർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതായത് ആ മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ക്യാപ്ച അടിച്ചു കൊടുക്കുക. ശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു പച്ച ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ആ 2 കോളത്തിലും സെയിം പാസ്വേഡ് തന്നെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പ്രവാസി വെൽഫെയറിൻ്റെ വെബ്സൈറ്റിൽ യൂസർ നെയിമും പാസ്വേഡും ഇല്ലാത്തവരുണ്ടാക്കുന്നതും മറന്നു പോയവർ അത് റീസെറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേരാണ് ഇങ്ങനെ യൂസർ നെയിം പാസ്വേഡ് എവിടെ നിന്നാണ് കിട്ടുക, ഏതാണ് യൂസർ നെയിം പാസ്വേഡ്, എങ്ങനെയാണ് ഇത് വരിക എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത്.